ഒന്നുമില്ല. ഇൻട്രാ എൻ്റെ അമ്മോ നോക്കിയടാ. ഹായ് മച്ചാന്മാർ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഗ്ലോബ് ഉണ്ട്. ഗ്ലോബ് എന്ന് പറയേ പള്ളത്തിയും രണ്ടൊന്ന് പരലും കുറേ കരിമീൻ്റെ കുഞ്ഞൊക്കെ ഇട്ട് നോക്കി. കാണുമ്പോൾ തന്നെ എന്താ രസം നോക്കി. ഇഷ്ടം പോലെ മീനാട്ടോ നമ്മുടെ ഗ്ലോബിലുള്ളത്. അപ്പോൾ ഈ ഗ്ലോബ് എന്ന് പറയും മീനായിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മളുടെ പാടത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടത്തിലൊക്കെ വെള്ളം കയറി കിടക്കണ കാരണം ഈ ഒരു കണ്ടത്തിലും അതുപോലെ ഇപ്പുറത്ത് കാണുന്ന കണ്ടത്തിലായിട്ട് ഒരുപാട് ബ്രാലുകളുണ്ട്. ആ ബ്രാലുകളെ നമ്മൾ ഇന്ന് ഈ ഒരു സന്ധ്യ നേരത്ത് അല്ലെങ്കിൽ ഒരു രാത്രിയോടുകൂടി മൊത്തത്തിൽ പിടിച്ചു പറ്റിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എരയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഗ്ലോബ് നിറയെയുള്ള മീനുകൾ കേട്ടാ. അപ്പോൾ നമ്മളിന്ന് എങ്ങനെ മീനെ പിടിക്കാൻ പോകണമെന്ന് അറിയോ? ഈ കാണുന്ന കണ്ടത്തിലൊക്കെ നമ്മൾ വെട്ടുചൂണ്ട ഉണ്ടാക്കിയിടാൻ പോവാണ്. അതായത് വെട്ടുചൂണ്ട ഉണ്ടാക്കിയിട്ട് ഈ കാണുന്ന മീനുകളെ നമ്മളിതിൽ കൊരുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ചൂണ്ടയിൽ നമുക്ക് എത്രത്തോളം ബ്രാലിനെ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കി കണ്ടത്തിലെ വെള്ളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കലിങ്കിൻ്റെ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ചിലപ്പോൾ വെള്ളത്തിൽ വെട്ടലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ചുച്ചു പൊടിമീനുകളാണ്, ഇപ്പോൾ വെട്ടലൊന്നും കാണുന്നില്ല. അത്യാവശ്യം ബ്രാല് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര അധികം വെട്ടുചൂണ്ട ഇടാൻ പോകുന്നത്. അപ്പോൾ വെട്ടുചൂണ്ട ഇടണമെങ്കിൽ നമുക്ക് വെട്ടുചൂണ്ട ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ 50 വെട്ടുചൂണ്ടയുടെക്കാളുള്ള പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആദ്യം ഈ കാണുന്ന ചെറിയ കുപ്പികളുണ്ട്. ഈ കുപ്പി നോക്കുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക, ഒരു 200 ml വെള്ളമൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള കുപ്പിയാണ്. നമ്മൾ മുമ്പ് ചെറിയൊരു പ്രൊജക്റ്റിന് വേണ്ടി വാങ്ങിയിരുന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് വെട്ടുചൂണ്ടിടാനായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 50 എണ്ണമില്ല, കുറച്ചുകൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഈ കാണുന്ന കുപ്പിയിൽ നമുക്ക് ഇനി വെട്ടുചൂണ്ട കെട്ടിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി കാർബൺ ഹുക്കാണ് കേട്ടോ. അപ്പോൾ കാർബൺ സ്റ്റീലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ തുറക്കണത് ഇതിനുള്ളിൽ കുറേ ചൂണ്ടക്കുളത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വെട്ട് ചൂണ്ടയ്ക്ക് ഇടുമ്പോൾ ഇല്ല, ഇച്ചിരി വലിപ്പമുള്ള നല്ല ബലമുള്ളത് ഇടണം. കാരണം നമ്മൾ മീൻ പിടിച്ചിട്ട് കുളത്ത് വളഞ്ഞു പോവുക പൊട്ടി പോവുകയൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നോക്കിയാൽ നല്ല കട്ടിയുള്ള കുളത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള നല്ല രസമായിട്ടുള്ള കണ്ട ഇടുക്കാച്ചി കുളത്തുകളാണിത്. പിന്നെ നമ്മളിത് നമ്മുടെ ലൈൻ എടുത്തിരിക്കുന്നത് 50 mm ലൈനാണ് കേട്ടോ. സംഭവം നോക്കി അത്യാവശ്യം നല്ല ബലം ഉണ്ടാവും അത്. കാരണം നമ്മുടെ ബ്രാലൊക്കെ പിടിക്കുമ്പോൾ ഇത് കടിച്ച് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വലിച്ച് പൊട്ടിക്കാനോ പാടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു മിനിമം 50 mm നമ്മൾ എടുക്കണേ. അപ്പോൾ നമ്മൾ വെട്ട് ചൂണ്ടിടുമ്പോഴേ അധികം നീളത്തിൽ നമുക്ക് ടങ്കീസിൻ്റെ ആവശ്യമില്ല. ഏകദേശം ഒരു 1.5 മീറ്റർ 1 മീറ്റർ എടുത്താൽ മതി. ഇപ്പോൾ നമ്മളിത് 1 മീറ്റർ എടുക്കുന്നത്. അപ്പോൾ 1 മീറ്റർ എടുത്ത് നമ്മൾ പീസ് കട്ട് ചെയ്ത് ഇത് കെട്ടാനുള്ള പരിപാടി നോക്കാണ്. ഇനി ഓരോ കുളത്തുകളായിട്ട് എടുത്ത് കെട്ടാനുള്ള പരിപാടി നോക്കാട്ടെ. നോക്കി കണ്ട നല്ല ഷാർപ്പായിട്ടുള്ള കുളത്താണേ. അപ്പോൾ നമ്മളിതേ വെട്ട് ചൂണ്ടയ്ക്ക് കെട്ടിയെടുക്കുന്നത് നമ്മുടെ കെട്ടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നേരെ വളച്ചൊരു നോട്ട് എടുക്കുക. എന്നിട്ട് ഇതേ ഒരു 5 6 ചുറ്റ് നമ്മൾ ഇതിൽ ചുറ്റിയെടുക്കണേ. ആ ചെറിയ വാല് പോലെ നിൽക്കണ ആ ഭാഗമില്ലേ, അത് വളച്ചാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഈ കുഞ്ഞി ഹോളിൽ കൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വലിച്ച്. അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ അതേ കണ്ട നല്ല അടിപൊളി കെട്ടായിട്ടിരിക്കുന്നത്. ഇനി ആന വലിച്ചാലും പൊട്ടൂല. ആന വലിച്ചാൽ ചിലപ്പോൾ പൊട്ടിയിരിക്കും, എന്നാലും മീൻ വലിച്ചാൽ പൊട്ടൂല. ഇനി എക്സസ് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഹുക്ക് ഇവിടെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹുക്ക് കെട്ടിയ പോലെ നമ്മൾ 50 എണ്ണം കെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് മുറിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഇതെന്തായാലും കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡായിട്ടൊന്നും നമുക്ക് കെട്ടി കിട്ടില്ല. നമ്മൾ തന്നെ വാങ്ങിച്ചിങ്ങനെ കെട്ടിയെടുക്കണം, എന്നാലേ നമുക്ക് മീൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 50 ബ്രാലൊന്നും നമ്മൾ ഇടുന്ന ഏരിയയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ 50 ഇട്ട് നോക്കുകയാണ്. നമ്മളുടെ ഭാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയണ്ട, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. കാരണം സാധാരണ നമ്മൾ ഒരു 5 6 അല്ലെങ്കിൽ മാക്സിമം വേണ്ട ഒരു 10 വെട്ടൊക്കെ എല്ലാവരും ഇടുള്ളൂ. പക്ഷെ 50 വെട്ടൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വേറെ ആരും ഇടാറില്ല. പിന്നെ നമ്മുടെ 1000 ചൂണ്ടയ്ക്ക് ഇടുന്ന പോലെ ചൂണ്ടയിലൊക്കെ കുളത്തിടാറുണ്ട്. അത് ബ്രാലിന് വേണ്ടിയിട്ട് ആരും ഇടാറില്ല. പക്ഷെ നമ്മളിത് ബ്രാലിനെ ഫോക്കസ് ചെയ്താണ് ഇത് ചെയ്യുന്നത് കേട്ടാ. കെട്ടിയെടുക്കുന്നു, നമ്മളിവിടെ വെക്കുന്നു. നമുക്ക് ഇതിനെ കെട്ടിയെടുത്തത് സേഫായിട്ട് വെക്കാനായിട്ട് ഒരു തെർമോക്കോളിൻ്റെ പീസ് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കെട്ടി അതുമ്മേക്ക് കുളത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഡേഞ്ചർ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുളത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുമ്മ കയറി കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ ചോരയായി കളിയായി ആശുപത്രിയായി. അപ്പോൾ നമ്മൾ മാക്സിമം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റിയിൽ ചെയ്യുക. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും വരില്ല നോക്കാനായിട്ട്. അപ്പോൾ കെട്ടി സെറ്റാക്കി എടുക്കുകയാണ് നമ്മളെ. അപ്പോൾ നമ്മൾ കെട്ടിയെടുക്കണ ഓരോ കുളത്തും നമ്മൾ ഒരു ഫോമിൻ്റെ ഷീറ്റുമ്പോൾ കുളത്തിയിടുകയാണേ. അടിപൊളി.
അപ്പോൾ അതേ നമ്മളൊരു 50 എന്ന് പറഞ്ഞ ഒരു 50-55 കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുളത്തൊക്കെ കെട്ടിയെടുത്ത് കഴിഞ്ഞു. നമ്മൾ 50 കുളത്തെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 57 കുളത്തെടുത്തുണ്ട് കേട്ടോ. ഈ അറ്റത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കുളത്തുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നാടൻ കുളത്തുകൂടി കെട്ടിയെടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു മീനുകൾ ഉണ്ടാവുന്നത് നമുക്ക് വലിയ കുളത്തിൽ കുറച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാടൻ കുളത്ത് കുറച്ച് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട മൊത്തത്തിലൊരു മാല പോലെ നമ്മൾ കെട്ടിയെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമ്മൾ കെട്ടി കുളത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഹുക്കില്ലേ, ഇത് എങ്ങനെയാണ് നമ്മൾ കുപ്പിമേക്ക് കെട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുത്തിട്ട് നമ്മുടെ കുപ്പിമേ ഒരു 3 ചുറ്റ് നമ്മളിങ്ങനെ ചുറ്റണു. എന്നിട്ട് നമ്മൾ സാധാ കെട്ടണ പോലെ വള്ളി ഇട്ടിട്ട് ഒരു 4 ചുറ്റ് നമ്മളിവിടെ ചുറ്റിയിട്ട് ടൈറ്റാക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 ചുറ്റൂടി ചുറ്റി ഇവിടെയും ടൈറ്റാക്കി കൊടുക്കാം നമുക്ക്. 1 2 3 4 ഇങ്ങനെ കെട്ടി ടൈറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ബ്രാല് വന്ന് വലിച്ചുകൊണ്ട് പോയാലും നമ്മളുടെ കുപ്പിമേന്ന് ഇത് അഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 50 കെട്ടിയെടുക്കണം. പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ കെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊത്തത്തിൽ കെട്ട് പിണയും. അതുകൊണ്ട് നമ്മൾ ഇടുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ കുപ്പി കെട്ടിയിട്ടായിരിക്കും ഇടുന്നത്. പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ. ഇവിടെ വെച്ചോ, ഇതള്ള. അപ്പോൾ ഇത് ഓരോ സാധനമായിട്ട് കയറ്റി വെച്ചിട്ട് നമ്മളുടെ മിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം നമ്മുടെ ചൂണ്ടക്കുളത്താണ് കേട്ടോ നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുഞ്ഞു മീനുകൾ കണ്ട. ഇതിൽ നമ്മൾ വേറൊരു സാധനത്തിലൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്നിട്ടാണെന്നറിയോ, ഇതാണ് കാളാഞ്ചിയുടെ കുഞ്ഞിട്ടാ. ഇതുവരെ നമ്മൾ ഇടുന്നുണ്ട് വിട്ട് ചൂണ്ടയിൽ. അപ്പോൾ സംഭവം എടുത്ത് നേരെ നമ്മുടെ കയാക്കിൽ കയറ്റാണ്. ഇനി നമ്മളിത് കെട്ടിടാനുള്ള കുപ്പിയാണ്. ഇതും കൂടി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അപ്പോൾ അതേ നമ്മുടെ വെട്ട് ചൂണ്ടയിടൽ യജ്ഞം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ആദ്യം സെറ്റ് ചെയ്ത് പോവുക. ഇതെന്തായാലും കുറച്ച് നേരം ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഓരോന്നെടുത്ത് കെട്ടി സെറ്റാക്കുകയാണ്. നമ്മൾ മീനെ കോർത്തിടുന്ന പരിപാടിയാണ്. ഓരോ മീനെ പിടിക്കുക, നേരെ കോർത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പിടയ്ക്കണ മീനെടുത്ത് നേരെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. നമ്മൾ കൂടുതൽ ഈ ചണ്ടീനോട് ചേർന്ന് ഇറക്കുന്ന ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ മീൻ ഒന്ന് അടിച്ചോളൂ കേട്ടോ. ഇവിടെ അട്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ കാലൊക്കെ പൊക്കുമ്പോൾ ഇപ്പോൾ തന്നെ അട്ടയൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കാല് ചെക്ക് ചെയ്ത് പോയില്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ അട്ട കടിച്ചു കൊടുത്ത് നല്ല ചൊറിച്ചിലായിരിക്കും. കാളാഞ്ചിൻ്റെ അടുത്ത് കുളത്തേണ്ട നമ്മൾ. കാളാഞ്ചിയൊക്കെ നല്ല പെടയിരിക്കുള്ളൂ കേട്ടോ. പെടക്കട്ടെ. അപ്പം നമ്മൾ സെറ്റാക്കി പോവാണേ. അട്ട കടിച്ച് കഴിഞ്ഞാൽ മൂട് പോവും. അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്ക് അട്ട അടിച്ചിട്ടുണ്ടോ നോക്കണേ. അട്ട അടിച്ച് പിടിപ്പിച്ച് ഞാനിൻ്റെ ഉള്ളിൽ കയറിക്കാൻ പോവാണ്. വെറുതെ അട്ടടി കൊള്ളണേ. ഇത് കുറേ നേരം എടുക്കണ പണിയാണ് കേട്ടോ. കാരണം ഇത് ഓരോ കുപ്പിയമ്മ കെട്ടി സെറ്റാക്കി എടുക്കാൻ സമയം എടുക്കുന്നുണ്ട്. കളാഞ്ചി സംഭവം നമുക്ക് എനിക്ക് നിൽക്കാവുന്ന അത്ര ആഴതിനുള്ളെങ്കിൽ നമുക്ക് കുറേ നേരം നിൽക്കുമ്പോൾ നമ്മുടെ കാലം മട്ട കടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കയാക്കെടുത്തേ. നമ്മളെ വിചാരിച്ച പോലെ എളുപ്പമല്ല കേട്ടോ. ഇവിടെ നിന്നിട്ട് ഓരോ കുപ്പികളും കെട്ടി തന്നെ ഇടണം. നേരോണി ഇരുട്ടി തുടങ്ങി പണിയാണെങ്കിൽ നീങ്ങണമില്ല. ഇതാണ് പ്രവീണിൻ്റെ കാലുമൊക്കെ അടിച്ച് അട്ട എന്നിട്ട് നമ്മ കുളത്ത് ഞാൻ തിരിച്ചടിക്കുന്നല്ലേ. ആ കൊള്ളാം. അട്ടയുടെ പുറത്ത് ചൂട് കുളത്ത് ഏറ്റ് വെച്ചേണത്. അങ്ങനെ നമ്മുടെ 50 വെട്ട് ചൂണ്ടകൾ ഇട്ടു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ചപ്പ് ചവറ് പോലെ ഉണ്ടാവും നമ്മൾ വെട്ട് ചൂണ്ടി ഇട്ട് വെച്ചേക്കണത്. അപ്പോൾ ഇപ്പോൾ ലൈറ്റ് നമ്മൾ എടുക്കാത്ത കാരണം ഫോണിൻ്റെ ഫ്ലാഷിലാണ് എടുക്കുന്നത്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രാത്രി 10 മണിയാകുമ്പോഴേ നമ്മൾ വന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെ വിടാ, ബൈ.
അപ്പോൾ ദേ സമയം രാത്രി ഒരു 10 മണി 10:15 എല്ലാവരും ഉറങ്ങി തുടങ്ങണ നേരത്ത് നമ്മളിത് നമ്മുടെ വട്ടകയായിട്ട് മീനെ വാരാൻ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ കുപ്പികളായിട്ട് നോക്കാട്ടെ നമ്മൾ ഇട്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ വെട്ട് ചൂണ്ടയിലും മീൻ കിട്ടിയിട്ടുണ്ടെന്ന് അറിയണ്ടേ. ബാ, ഇവിടെ കിട്ടണ്ടായിരുന്നല്ലാടാ, വലിച്ചുകൊണ്ട് പോയാ? ഈ സൈഡിൽ 2 ഇട്ടുണ്ടായിരുന്നു. എവിടെ? ആ അതേനാ. എടാ പുല്ലി കുടുങ്ങി കിടക്കാറുള്ള സാധനോട് ഇപ്പൊ നേരെ സാധനം എടുത്തതും ആദ്യത്തെ വെട്ടി തന്നെ സാധനം ദേടോ. നല്ല കിടുക്കാച്ചി ബ്രാല് ഒരെണ്ണം നമ്മുടെ ആദ്യത്തെ വെട്ട് പൊക്കിയപ്പോ തന്നെ. അതെ മോനെ, പോവാൻ തോന്നുന്നുണ്ടോ നിനക്ക്? പോവാൻ തോന്നുന്നുണ്ടാടാ? പോവാൻ തോന്നുന്നുണ്ടോ നിനക്ക്? പക്ഷെ ചെറുതാട്ടാ, നോക്കി തുമ്പത്തന്നെ ഒടിയേക്കണ ഏരിയൊന്നും കാണാനില്ല. ഇത് കിടക്കട്ടെ. ഓ, എന്നാലും ഫസ്റ്റ് വെട്ടി തന്നെ സാധനം കിട്ടിയില്ലേ. നമ്മുടെ മീൻ ചാവാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. എന്തായാലും ചടി പോടാ നീ. ഓ, പതിയെ പതിയെ നീന്തി നിൽക്കണം. എടാ കുളത്ത് കയറി ഇപ്പുറത്തേക്ക് കൂടി ഊരിപ്പൂടെ സിമ്പിളായിട്ട് ഇത് നോക്കി. ഏടാ സിമ്പിളായിട്ട് ഊരിപ്പോന്നടാ. ആ നീ ഇനി പോയി കഴിഞ്ഞാൽ കിട്ടൂലട്ടാ. ഓ, നമ്മുടെ പള്ളത്തി ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി വെട്ട് കിട്ടിയിട്ടുണ്ടാ നോക്കി. എൻ്റെ ബാക്കിലുണ്ടാ സാധനം എന്തോ കമ്മിയിട്ട് പോയിക്കണമെന്ന് തോന്നുന്നു. കിടക്കട്ടെ, ഇവിടെ തന്നെ കിടക്കട്ടെ. നാളത്തേക്ക് വേറെ അടിച്ചിട്ടുണ്ടോ? ഓ ഒന്നുമില്ലടാ, ഉണ്ടാവും സാധനം ഉണ്ട്. വാ, എന്തായാലും നമ്മുടെ ആദ്യത്തേൽ തന്നെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഏകദേശം ഒരു 3-4 നോക്കിയെന്ന് തോന്നുന്നു. അതിലിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടണ്ടായിരുന്നല്ലോടാ, വലിച്ചോണ്ട് പോയാ. ഫ്രഷ് ടങ്കീസ് ഉണ്ട്, കുളത്തുണ്ട്. അതെ, വീട്ടിൽ നിന്ന് വിക്സൊക്കെ തേച്ച് വന്നാണ്ട് അട്ട കടിക്കാണ്ടിരിക്കാനായിട്ട്. നോക്കി വലിയൊരു അട്ട കടിച്ചിരിക്കണം. ഓ എൻ്റെ പൊന്നെ, എന്തൊരു അട്ടയാണത്. ഓ, 2 കുപ്പി ഒരുമിച്ച് കിടക്കുന്നുണ്ട്. വാവ്, 2-ലൊന്നുമില്ല. വലിച്ചിട്ട് വലി കൊണ്ടെന്ന് തോന്നണട്ടാ. ഓ, ഈയിടെ ഇതിന് ടങ്കീസ് പോലുമില്ല. ഇവിടെ ഇത്തിരി ശോകമാണ് ഉണ്ണി. ഒന്നുമില്ല. അട്ട കടിക്കുമെന്ന് തോന്നുന്നു. വിക്സ് ഒന്നും കാര്യമില്ല കേട്ടോ. പണ്ടൊക്കെ വിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അട്ട പിടിക്കില്ല എന്ന് പറയും. എവിടെ അനങ്ങിട്ടില്ല. തുടക്കത്തിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നിരാശനല്ലടാ. അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല വെട്ടുള്ള സ്ഥലം ഉണ്ടായില്ലേ, അവിടെ ഇട്ടാണ് നോക്കാം. ഏടാ വാ ബാ ബാ. പുല്ല് കുലുക്കി ഒരുത്തം നിൽക്കണ്ട് ഇവിടെ. ആ പുല്ല് കുലുക്കി ഒരുത്തം നിൽക്കണ്ട്. ആഹാ, വാടാ മോനെ. കുഞ്ഞനാണ്, പക്ഷെ നല്ല ആക്റ്റീവാണ്. ചില സാധനങ്ങളേ മീൻ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്നിച്ച പോലെ കിടക്കും. പക്ഷെ ചിലവരില്ലേ ഇതിങ്ങനെ ആക്റ്റീവ് കുഞ്ഞാപ്പികളായിട്ടിരിക്കും കേട്ടാ. പക്ഷെ വിഴുങ്ങിയിട്ടുണ്ട് കേട്ടാ, ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നല്ലോണം. ഓക്കെ, കുഞ്ഞനാണ് കേട്ടവൻ, കുഞ്ഞി ബ്രാലുകുട്ടി. ആ വാവ്, എന്താ രസം കാണാൻ. നല്ല മെഴുമെഴുന്നിരിക്കണ ബ്രാലുകുട്ടി കേട്ടാ. ഇതല്ലേ നമ്മൾ പൊക്കിയതിപ്പാ. ആയി, ഇത് അടുത്തതാണ്. നമ്മ ഇട്ടത് അകലായിരുന്നല്ല, വന്നപ്പോ അടുത്തത് പള്ളത്തി ചത്തിട്ടില്ല കേട്ടാ. കിടക്കട്ടെ, ഇവിടെ തന്നെ കിടക്കട്ടെ. പാമ്പൊക്കെ ഉണ്ട് കേട്ടാ. എനിക്ക് പേടിയുണ്ട്, എന്നാ പേടിയില്ല. ഇല്ല, ചിലയിൽ പള്ളത്തി അടക്കൂല കേട്ടാ. ഇല്ല, ഇത് കാട്ടിക്കൊക്കെ നമുക്ക് പോയിക്കണത്. ആവൂ, ഇല്ല. വേണ്ട. ആ ഇതാണ്ടാ ഈ പറഞ്ഞ അട്ടാന്ന് പറയുന്ന സാധനം. നല്ല ഭംഗിയുണ്ട്. എൻ്റെ കാലം മിക്കാറുണ്ട. എന്നെ കടിച്ചിട്ടുണ്ട് നേരത്തെ. ഞാൻ എൻ്റെ തലമണ്ടയ്ക്ക് ഒരെണ്ണം കൊടുത്ത് വിട്ട്.
എന്തുട്ടത് പെരുന്നാളാ കാലുമ്പോ നിന്റെ. ഒയ്യോ വാ നോക്കിയതല്ലേ ഇത്. ഇതേടാ സാധനം വന്ന് പക്ഷെ ഒരു പിടച്ചില്ല കേട്ടാ. നമ്മൾ നേരത്തെ ചത്തിട്ടൊന്നുമില്ല. ചത്തിട്ടുണ്ടോ? പോടാ ചാവൊന്നുമില്ല. അങ്ങനെ ബ്രാല് പെട്ടെന്ന് ചാവൊന്നുമില്ല. അണ്ണാക്കിലേക്ക് വീണ്ടും തോന്നണ്ട. കുളത്ത് വടിക്കുറ്റി വല്ലിരിക്കണ്. എടാ ചത്തുടങ്ങി തോന്നു. ഓ വട്ട കടിച്ച് പ്രവീണിന്റെ കാര്യം നാശാക്കിയടാ. പക്ഷെ ഇത് ചത്തത് അടക്കണ്. ഇതും മുണുങ്ങി ചാവറായി കിടക്കണമെന്നാണ്. ഓ ഇവന് ആക്റ്റീവാട്ടാ. മറ്റേ ഒരെണ്ണം മാത്രമേ നമുക്ക് കിട്ടിയില്ല. ഒരെണ്ണം മാത്രമേ ചത്തിട്ടുള്ളൂ. ഇവനൊക്കെ ആക്റ്റീവാണ്. പക്ഷെ എന്നാലും ആ കുഞ്ഞന്മാരുടെ അത്ര ആക്റ്റീവ് അല്ല കേട്ടാ. ഓ പ്രവീണാണെങ്കിൽ പ്രാണവേദന. എനിക്കിവിടെ വീണ വായന. അപ്പം ഇവൻ്റെ ഞാൻ പഠിപ്പിക്കേണ്ടി വരും. മീനുകൾക്കൊന്നും ഉത്തരവാദിത്വം ഇല്ല കേട്ടാ. ഓ ദേ ഷേടാ കിടച്ചിടിച്ച് രണ്ട് കുളത്ത് കയറി മീനാ. തേടാ ഇത് നോക്ക്. ഒരെണ്ണം വായയിൽ ഒരെണ്ണം പള്ളയിൽ. എടാ മോനെ നീ ഉള്ളിൽ കിടക്കടാ. അത് ചത്തിട്ടൊന്നുമില്ല കേട്ടാ. അതേടാ നല്ല ആക്റ്റീവാണത്. കുളത്തവിടെയൊക്കെ കയറിയിരിക്കണമെന്നുള്ളൂ. ഓ വലിച്ചുണ്ടോ വെക്കണല്ലത്. നീ സൈഡിലിട്ടാർന്നേ. ഒന്നുമില്ല. ഇൻട്രാ എൻ്റെ അമ്മോ എടാ നോക്കിയടാ സൈസ് സാധനം. എനിക്ക് വേറെ ഒന്നും വേണ്ട. അതേടാ എടാ ഇത് ഒരിക്കലും ഉണ്ടാവൂലേ. എടാ നോക്കടാ പൊള്ളി സാധനം എന്ന് പറഞ്ഞാ പൊള്ളി സാധനം. ചത്ത നമ്മൾ നോക്കിയപ്പോഴൊക്കെയോ ചത്തിട്ടൊന്നുമില്ല. അടവണത്. അടവണാ? അങ്ങനെ കാണുമല്ലോ. കുറച്ചേരം ഞാൻ പിടിച്ചു നോക്കട്ടെ. അടവണെന്ന് അറിയണല്ലോ എൻ്റെ. കയ്യതായി അടിച്ചപ്പാ. ദേടാ എൻ്റെ പൊന്നോ അടിച്ചിട്ട് സാധനം നോക്കടാ. എൻ്റെ അമ്മേ നമ്മുടെ കിട്ടിയേക്കണേല് ഏറ്റവും മുറ്റ് സാധനം ഇതല്ലല്ല. ഇതുമല്ലല്ല. ഏതുമേ കുളത്തിയായിരുന്നേ. കുളത്തൂരിപ്പോയാ മുറ്റ് സാധനം മോനെ. മുറ്റ് സാധനം കളിച്ച് കയ്യിൽ നിന്ന് പോകുന്നുള്ള സംശയം. എൻ്റെ കാൽ മട്ട കടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സമ്മതിക്കൂല. ഇതൊരു പൊളിക്കും മോനെ. കിട്ടിയ സാധനം പൊളി. അതെ നമ്മൾ ഏറ്റവും കൂടുതൽ വെട്ടിട്ട സ്ഥലം, നമുക്ക് ഏറ്റവും കൂടുതൽ മീൻ കിട്ടാറുള്ള സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആരോ വന്ന് പണിതണ്ടാ. ഞാൻ കുപ്പിയുടെ നോക്കി പരത്തിട്ടായിരുന്നല്ലേ. ആരോ കാര്യമായി വന്ന് വെട്ട് പൊക്കി നോക്കിയിട്ടുണ്ട്. എല്ലാം കൂടി കെട്ടിപ്പേണാക്കി ഇട്ടിട്ടുണ്ട്. എടാ പോയി ഇല്ല എടാ എൻ്റെ പൊന്നു കിളിപ്പാട്ടോ ചാടിപ്പോണിക്കുമ്പോൾ ബക്കറ്റ് കയറ്റട്ടെ. അതേതായിരുന്നടാ. ഇനി ഇതന്നെ ചുറ്റി പണച്ചായിരിക്കും ഉത്രം. അങ്ങനെ കിടക്കട്ടെ. അനങ്ങാണ്ട് കിടക്കട്ടെ. അമ്മോ അത് സർപ്രൈസായി പോയല്ലേ. പള്ളത്തിനെ തിന്നു നോക്കി. പള്ളത്തിയുടെ ചെറിയൊരു അവശിഷ്ടം മാത്രം അത്ര ഉള്ളത്. ഇതിലൊന്നും ഇല്ല കേട്ടാ. അനങ്ങിട്ടില്ല. ക്യാമറ ഓണാ. ഞാൻ പറഞ്ഞില്ല ഈ സ്ഥലത്ത് നമുക്ക് എന്തായാലും മീൻ കിട്ടുമെന്ന്. ഇതെങ്കിൽ ഉറപ്പുള്ള സ്ഥലമാണ്. പുല്ലുമ്മ ഒരുത്തൻ കുടുങ്ങി വട്ടു സെറ്റായി കിടക്കുന്നുണ്ട്. എൻ്റെ കുളത്ത് പുറത്തല്ലത് കൈമ കയറുന്നു. കരക്കിട്ടെ. ഓ പെട്ടപ്പെട്ടൊക്കെയാണ് മീൻ. ഇവിടെ ഇനി വേറെ ഇല്ലല്ലോ. 10 ഒരുമിച്ചിട്ടാർന്ന നല്ലത്. അപ്പോൾ നമ്മുടെ വേട്ട അവസാനിച്ച് ഒരു 50 57 വെട്ട് ചൂണ്ടകളിട്ട് നമ്മളിതേ കയറി വന്നപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കണ ബ്രാൽ എത്ര ഉണ്ട് നോക്കാട്ടാ. എൻ്റെ അമ്പോ എന്ന് നോക്കിയേ.
അപ്പം നമ്മുടെ ബ്രാലിൻ്റെ എല്ലാം കൂടി കൂട്ടി കൊളത്തിയ ബ്രാലിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിലില്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 ബ്രാലിനാണ് നമുക്ക് 57 വെട്ട് ചൂണ്ടിയിട്ടിട്ട് കിട്ടിയതാ. ഇവിടെ ഇങ്ങനെ കിടക്കണം നോക്കണ്ട, ഇവരെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ തനി സ്വഭാവം അറിയൂട്ടാ. ഇങ്ങനെ കിടക്കണം നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. പിടിക്കുമ്പോഴാണ് ഇവന്മാർ നല്ല ശ്രദ്ധ ഇട്ടിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നു, ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടത്തിലെ കൊമ്പൻ. ഇത് കണ്ട മൊത്തത്തിലെല്ലാം കൂടി കൂട്ടി കൊളത്തി. ദേ പോണടാ രാമഭദ്രനെ തല്ലിയവൻ. ഇതാണ് രാമഭദ്രനെ തല്ലിയവൻ. അവൻ രക്ഷപ്പെട്ട് പോകാൻ നോക്കാണ്, വിടൂല്ല. അപ്പം നമ്മുടെ ഒരു ബ്രാലിനെ പോലും നമ്മൾ മിസ്സാക്കൂല. ഇവന്മാരെ കണ്ട ജീവനില്ലാത്ത പോലെ കിടക്കും. എടുക്കാൻ വരുമ്പോൾ ഇവന്മാരുടെ തനി സ്വഭാവം കാണിക്കും. പറഞ്ഞാണ് ചത്തണ്ടാ, ഈ പറഞ്ഞ ചത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സൈലൻറ്റ് കില്ലർമാരാണ്. സൈലൻ്റായിട്ട് കിടക്കും, എടുക്കുമ്പോൾ പെടയ്ക്കും. പെടോക്കി നോക്കിയാ വെള്ള ഇതിനുണ്ടാകുന്ന മറ്റേ ലക്ഷങ്ങൾ വില വരുന്ന മഞ്ഞ ബ്രാൽ എന്ന് പറയുന്നത്. പക്ഷെ അത്ര മഞ്ഞല്ലെന്ന് തോന്നുന്നു, നല്ല മഞ്ഞൊക്കെയാണെന്ന് തോന്നുന്നത്. എന്തോ ലക്ഷങ്ങൾ വിലയൊക്കെ ഉണ്ടെന്ന് പറയണത്. ഓക്കെ, ഇത് കുഞ്ഞനാണെങ്കിലും കാണാൻ രസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നമ്മൾ പാത്രത്തിലേക്ക് തിരിച്ച് കോരിയിട്ടിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ മീനൊക്കെ പിടിച്ച സ്ഥിതിക്ക് നമ്മൾ വീഡിയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇന്ന് നമ്മൾ ഇത്രയും അധികം ചൂണ്ടിയിട്ടിട്ട് നമുക്ക് കിട്ടിയ മീനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുടെ കണ്ടത്തിൽ നല്ലോണം മീനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. മീനില്ലാത്ത കണ്ടത്തിലേക്ക് ഇങ്ങനെ പോയി വെട്ടി ചൂണ്ടിയിട്ടിട്ട് ഒരു കാര്യമില്ല, ഒന്നും കിട്ടാൻ പോകണില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ നമുക്ക് കിട്ടിയ എല്ലാ മീനുകളും നാടൻ മീൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ആ വലിപ്പമുള്ള മീനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്തിട്ടാണ് ആസാമല്ലല്ലാടാ വിയറ്റ്നാം വരാൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരാൽ കയറിയിട്ടില്ലേ. ആ കാണുന്ന വരാലാണ് ഇത്രയും വലിപ്പം വെച്ച് അടിയിൽ അതിൻ്റെ ഷെയ്ഡ് നോക്കി കഴിഞ്ഞാൽ ഒരു വെളുത്ത ഷെയ്ഡ് കാണാൻ പറ്റും. അങ്ങനത്തെ നമ്മുടെ വളർത്തുന്നിടത്തു നിന്നൊക്കെ പ്രളയമൊക്കെ വന്നപ്പോൾ കയറി ഇപ്പോൾ നമ്മുടെ കണ്ടത്തിലൊക്കെ വിയറ്റ്നാം ബ്രാലും നാടൻ ബ്രാലൊക്കെ ഉണ്ട്. ഇനി സങ്കരയിനം പല സാധനങ്ങൾ നമ്മുടെ ഇപ്പോൾ കണ്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കടിയൻ ബ്രാൽ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല മഞ്ഞളുള്ളൊരു ബ്രാലൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു 50 വെട്ട് ചൂണ്ട 50 അല്ല 50 കൂടുതൽ വെട്ട് ചൂണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്, മീൻപിടുത്ത എക്സ്പെരിമെൻറ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചന്മാരെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിലേക്ക്. ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.